പേരാമ്പ്ര BRCയിലെ താൽക്കാലിക ജീവനക്കാരിയായ അധ്യാപികയെ MDMA കേസിൽ അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ അധ്യാപികയായ കാവ്യയെ സ്കൂളിൽ നിന്ന് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ BRC ഓഫീസ് ഉപരോധിച്ചു. പ്രിൻസ് ടൈൽസ് ആൻഡ് വീൽസ് JT റോഡ് വടകര. വാഹന ഉടമകളുടെ വഴികാട്ടി 23 വർഷത്തെ വാഹന ടയർ മേഖലയിലെ സേവനം. ജനാധിപത്യ വിശ്വാസികളെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അധ്യാപകർക്കായാലും കുട്ടികൾക്കായാലും അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാനാണ് BRC. ഇത്തരം ലഹരി മാഫിയയിൽപ്പെട്ട ആളുകളാണ് TRC എങ്കിൽ നമ്മുടെ കുട്ടികൾ സേഫാണോ? നമ്മുടെ കുട്ടികൾ സേഫാണോ? നമ്മുടെ കുട്ടികളെ രക്ഷിക്കണമെങ്കിൽ ഇത്തരം അധ്യാപകമായ പേരാമ്പ്രയിൽ നിന്നല്ല കേരളത്തിലെ എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും നീക്കം ചെയ്യണം. കഴിഞ്ഞ ദിവസമായിരുന്നു മയക്കുമരുന്ന് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് അധ്യാപികയായ പേരാമ്പ്ര കായണ സ്വദേശി കാവ്യയെ വടകര പോലീസ് പിടികൂടിയത്. കാവ്യ പേരാമ്പ്ര BRCയിൽ താൽക്കാലിക അധ്യാപികയായി ജോലി ചെയ്തു വരികയായിരുന്നു. ദിവസങ്ങൾക്ക് മുമ്പേ കസ്റ്റമറുമായി നേരിട്ട് കാണാതെ അക്കൗണ്ട് വഴി ലക്ഷങ്ങളുടെ MDMA ഇടപാട് നടത്തിയിരുന്ന പേരാമ്പ്ര സ്വദേശിനി കീർത്തനയെ പിടികൂടിയിരുന്നു. ഇതിന്റെ ഭാഗമായി നടത്തിയ അന്വേഷണത്തിലാണ് പണമിടപാട് നടത്തിയ മുഖ്യപ്രതിയായ കാവ്യയെ പോലീസ് പിടികൂടിയത്. മയക്കുമരുന്ന് ആവശ്യമുള്ളവരിൽ നിന്ന് പണം സ്വീകരിക്കുന്ന പ്രധാന കേന്ദ്രമായിരുന്നു കാവ്യയുടെ ബാങ്ക് അക്കൗണ്ട്. കാവ്യയെ BRCയിൽ നിന്ന് പിരിച്ചുവിടാനും ബാക്കിയുള്ള നിയമനങ്ങൾ പരിശോധിക്കാനുമായാണ് MSF, KSU, UDSF, UDYF എന്നീ സംഘടനകൾ BRC ഓഫീസ് ഇന്ന് ഉപരോധിച്ചത്. BRC ഓഫീസിലേക്ക് ജീവനക്കാരെ കടത്തിവിടാതെയായിരുന്നു പ്രതിഷേധം. SSK ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ നിസാർ ചേലേരി സംഘടനാ നേതാക്കളുമായി ചർച്ച നടത്തി. തുടർന്ന് അധ്യാപികയെ പിരിച്ചുവിടാനുള്ള നടപടികൾ പുരോഗമിച്ചു വരികയാണെന്ന് അധികൃതർ പറഞ്ഞു. നമ്മുടെ വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവങ്ങളാണ് BRC കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അതുപോലെ തന്നെ SSKയും ഇവിടെ ചാർജുള്ള BPC ഉൾപ്പെടെയുള്ള ആളുകൾ കൃത്യമായ അതിൽ അന്വേഷണം നടത്തി അതിന്റെ കൃത്യമായ റിപ്പോർട്ടുകൾ FIR ഉൾപ്പെടെയുള്ള സംഗതികൾ നമ്മൾ കൃത്യമായി സംസ്ഥാനത്തെ ഓഫീസിലേക്ക് ഡയറക്ടർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അയച്ചു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ നടപടി സസ്പെൻഷൻ അല്ല, അത് പിരിച്ചുവിടൽ ആക്കി അത് ജില്ലാ നമ്മുടെ SSKയുടെ ഓഫീസിൽ നിന്ന് ആ നടപടി നടപ്പിലാക്കി ഉത്തരവിറക്കിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N. ഷംസുദ്ദീൻ ഇന്ന് രാവിലെ ഇത് സംബന്ധിച്ച് അന്വേഷിച്ചിരുന്നു. അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വളരെ സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തും. മാത്രമല്ല കുറ്റക്കാർക്കെതിരെ വളരെ ശക്തമായിട്ടുള്ള നടപടിയുമായി ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ട് പോകും. SSKയെ സംബന്ധിച്ചിടത്തോളം വളരെ അപമാനകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഈ BRCയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ വളരെ നല്ല ഇന്നലെ ഞാൻ ചാർജ് എടുത്തതിന് ശേഷം ആദ്യമായി പങ്കെടുത്ത പരിപാടി അവിടുത്തെ BRC കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ ഭിന്നശേഷിക്കാരായിട്ടുള്ള 2 കുട്ടികൾക്ക് ഒരു സ്നേഹഭവനം സമർപ്പിക്കുന്ന ഒരു ചടങ്ങിലാണ് എനിക്ക് പങ്കെടുക്കാൻ അവസരം ഉണ്ടായിട്ടുള്ളത്. ഒരു ഭാഗത്ത് ഇത്തരം നന്മകൾ ഉണ്ടായിരിക്കുമ്പോൾ ഇത്തരം ചില നിർഭാഗ്യകരമായ സാഹചര്യങ്ങൾ ഒരു കാരണവശാലും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം എന്നുള്ള നിലക്ക് SSKയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന BRCകളിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. പ്രത്യേകിച്ച് അധ്യാപകരുടെ ഭാഗത്തുനിന്ന് വളരെ മാതൃകാപരമായി നിൽക്കേണ്ട അധ്യാപകരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഇതിനെതിരെ വളരെ ശക്തമായിട്ടുള്ള നടപടികളുണ്ടാവും. ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഇതിനൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ തന്നെ ഏർപ്പാടാക്കിക്കൊണ്ട് ഇതിന്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ നമ്മൾ SPD നിർദ്ദേശിച്ചിട്ടുള്ളത് BRCയിൽ നിന്ന് തന്നെ
ഇവിടെയുള്ള ഒരു ശക്തമായിട്ടുള്ള അന്വേഷണം നടത്തി അതിന്റെ ഒരു റിപ്പോർട്ട് വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറാൻ വേണ്ടി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതിനുള്ള നിർദ്ദേശം ഇന്നത്തെ മീറ്റിംഗിൽ ഉണ്ടാവും. ബഹുമാനപ്പെട്ട എ ഇവിടെ ഉണ്ട്, DO ഇൻചാർജ് എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് വളരെ ശക്തമായിട്ടുള്ള നടപടികൾ ഇത് സംബന്ധിച്ചുണ്ടാവും. നിങ്ങൾക്കുള്ള എല്ലാ ആശങ്കകളും, അത് പൊതുസമൂഹത്തിന്റെ ആശങ്കയാണ്, ആ ആശങ്ക പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ അന്വേഷണവും ഉണ്ടാവും. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.